ഷിരൂരിൽ അപകടമുണ്ടായി ഒരു വർഷമാവുകയാണ്. അന്ന് ആ ദൗത്യത്തിന് പിന്നിൽ നിരവധി പേരുടെ പ്രയത്നമുണ്ടായിരുന്നു. അതിൽ തന്നെ നിർണായകമായ ഇടപെടൽ നടത്തിയ ആളാണ് മഞ്ചേശ്വരം MLA AKM അഷ്റഫ്. അദ്ദേഹം കണ്ണാടിക്കലിലെത്തി അർജുൻ്റെ കുടുംബത്തെ സന്ദർശിച്ചിരുന്നു. MLA നമുക്കൊപ്പം ചേരുകയാണ്. കുടുംബത്തെ കണ്ട് സംസാരിച്ചുള്ളൂ. അർജുൻ്റെ തെരച്ചിലിൻ്റെ ദിവസം മുതൽ ആ കുടുംബവുമായി വല്ലാത്തൊരടുപ്പമുള്ള ഒരാളാണ് ഞാൻ. ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ആ കുടുംബത്തോട് സംസാരിക്കാത്ത ഒരാഴ്ച കടന്നു പോയിട്ടില്ല. ഇന്നിപ്പോൾ അപ്രതീക്ഷിതമായിട്ടാണ് അർജുൻ്റെ 1-ാം വാർഷികം ശ്രദ്ധയിൽപ്പെടുന്നത്. ആ കുടുംബത്തെ എന്തായാലും കാണണമെന്ന് 1-2 മാസമായി ആലോചിക്കുന്നുണ്ട്. കാരണം അർജുനുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു പുസ്തക രചനയിലാണ്. കേരളത്തിൻ്റെ ഒരുപാട് നന്മകൾ ലോകത്തോട് പറയുന്ന കൂട്ടത്തിൽ അർജുന് വേണ്ടി നടത്തിയ നമ്മുടെ തെരച്ചിൽ ഒരു ലോക മോഡലാണ്. അതെന്തായാലും വരും തലമുറക്ക് അതിൻ്റെ ഒരു അറിവ് കരുതി വെക്കേണ്ട ഒരു ആവശ്യകത നമ്മുടെ മുമ്പിലുള്ള സ്ഥിതിക്ക് അതുമായി അർജുൻ്റെ അമ്മയോട് നിരന്തരമായി സംസാരിക്കുന്നുണ്ട്. അപ്രതീക്ഷിതമായി ഇന്ന് ആ വീട്ടിലെത്തി അവർ നാളത്തെ അർജുൻ്റെ 1-ാം വാർഷികത്തിൻ്റെ അവർ മാത്രമായി അതിൻ്റെ ആചരിക്കലും കാര്യങ്ങളുമായിട്ട് നിൽക്കുകയാണ്. ആ കുടുംബമായി പുസ്തകത്തിൻ്റെ ചർച്ചകളാണ് കൂടുതലും നടത്തിയത്. ഇടയിൽ അഞ്ജു, ജിതിൻ, അമ്മയുടെ ഇടപെടൽ, അതൊക്കെ ഇന്നത്തെ ഈ ഒരു സന്ദർശനത്തിലെ വിഷയമായി. എന്തൊക്കെയായിരിക്കും നമ്മൾ ഈ പുസ്തകത്തിൽ ഉൾക്കൊള്ളിക്കുക? അന്ന് ഷിരൂർ ദൗത്യത്തിലുണ്ടായിരുന്ന കാര്യങ്ങൾ മുഴുവൻ ഈ പുസ്തകത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ? സത്യത്തിനും ഇപ്പം എന്നോടെല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, അർജുൻ നിങ്ങളുടെ ആര്? എൻ്റെ മണ്ഡലക്കാരനല്ല, എൻ്റെ ജില്ലക്കാരനല്ല. ഞാൻ ജീവിതത്തിൽ ഒരിക്കൽ പോലും അർജുനെ കണ്ടിട്ടില്ല. ഈ കണ്ണാടിക്കൽ എന്ന് പറയുന്ന നാട്ടിലേക്ക് പോലും അർജുൻ്റെ മൃതദേഹവുമായിട്ടാണ് ആദ്യമായി എത്തിച്ചേരുന്നത്. പക്ഷെ ഞാനന്ന് എത്തപ്പെടാനുള്ള ഒരു കാരണം, കേരളത്തിൻ്റെ പാണക്കാട് സാദിക്കൽ ക്ഷേത്രത്തിൻ്റെ പാർട്ടിയുടെ അധ്യക്ഷനെ ഈ ഷിരൂർ എവിടെയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു 100-300 കിലോ. ഒന്ന് അഷ്റഫിനെ കന്നഡ അറിയാമല്ലോ, ഒന്ന് പൊയ്ക്കൂടെ എന്ന് ചോദിച്ചു. അങ്ങനെയാണ് ഒരു ദിവസത്തേക്ക് പോകുന്നത്. പിന്നീട് അത് അവസാനം അർജുനെ തെരഞ്ഞു പിടിച്ച് കൊണ്ടുവരുന്നത് വരെ, ഈ വീട്ടുമുറ്റത്തേക്ക് എത്തുന്നവരെ സതീഷ് ഷൈലിൻ്റെ കൂടെ ഞാനുണ്ടായിരുന്നു. അവിടെ ഞാനിപ്പോൾ തുടക്കത്തിലെത്തുമ്പോൾ ഒരു കാര്യം, കേരളത്തിലെ മീഡിയകൾ ഒരു ബാരിക്കേഡ് നിർമ്മിച്ച് ആർക്കും പ്രവേശനമില്ലാതെ പോലീസ് തടയുന്ന സമയത്താണ് ഞാൻ എത്തുന്നത്. കർണാടക മീഡിയകൾക്കാണെങ്കിൽ ഗംഗാവലി പുഴയുടെ അടുത്ത് വരെ പ്രവേശനമുള്ള സമയം. അന്ന് സത്യത്തിനും ഒരു കേരളത്തിൻ്റെ ഇരു സംസ്ഥാനങ്ങളുടെ ഒരു പാലമായി കന്നഡ ഭാഷ അറിയുന്നത് കൊണ്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒരു സംതൃപ്തി ഇപ്പോഴും മനസ്സിലുണ്ട്. തെരച്ചിൽ പലപ്പോഴും നമ്മൾ നിർത്തിവെച്ചു. സാമ്പത്തിക ബാധ്യത വന്നു. ആ വലിയ ഡ്രഡ്ജർ കൊണ്ടുവരാനുള്ള ശ്രമം നമ്മൾ ബാംഗ്ലൂർ പോയി, കോഴിക്കോട് MP രാഘവട്ടൻ്റെ കൂടെ ജിതിനുണ്ടായിരുന്നു. ബാംഗ്ലൂരിൽ നിന്നാണ് അതിൻ്റെ 1.5 കോടി രൂപ നമ്മൾ ഗവൺമെൻറ്റിനെ കൊണ്ട് സ്പെഷ്യൽ ഓർഡറായി അത് നേടിയെടുക്കുന്നത്. അപ്പോൾ സത്യത്തിന് ഒരു സാധാരണ ഇപ്പോൾ ഒരു ദുരന്തം വരും, ഇപ്പോൾ വയനാട് ദുരന്തം വന്നിട്ടുണ്ട്. ഒരു മലയാളിക്ക് വേണ്ടി നമ്മളെല്ലാവരും നടത്തിയ ഒരു ശ്രമം, അതൊരു വല്ലാത്ത മറക്കാൻ കഴിയാത്ത ഒരു അനുഭവമായിരുന്നു. അതാണ് പുസ്തകരചനയ്ക്ക് പ്രേരിപ്പിച്ചത്. കുടുംബത്തോട് ഇതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. അവരെന്താണ് അതിൻ്റെ അകത്തൊരു അഭിപ്രായം പറഞ്ഞത്? ഇപ്പോൾ കുടുംബത്തിൽ ഞാൻ പലപ്പോഴും ഈ ഒരു കഴിഞ്ഞ നോമ്പിൻ്റെ പെരുന്നാൾ ദിവസം എനിക്കൊരു എന്നെ ഒരു വിഷ് ചെയ്തിട്ടുള്ള ഒരു ചെറിയ കൈകൊണ്ട് എഴുതിയ ഒരു ആശംസ ലെറ്റർ കിട്ടി. തുറന്നു നോക്കുമ്പോൾ അത് അർജുൻ്റെ അമ്മ എനിക്ക് അയച്ച ഒരു അനുഗ്രഹം. ഞാനെന്നും എൻ്റെ വീട്ടിലെ ഓഫീസ് മുറിയിൽ അർജുൻ്റെ ഫോട്ടോയോട് കൂടിയുള്ള അതിങ്ങനെ പ്രേമിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. കാരണം അത് പത്മശ്രീ ആയിട്ട് കാണുന്നൊരു കാര്യമാണ്. കാരണം അർജുൻ്റെ അമ്മ അയച്ച ആ ഒരു കുറിപ്പ്. അർജുൻ്റെ അമ്മ നല്ല വായനക്കാരിയാണ്, എഴുത്തുകാരിയാണ്. ഞാൻ പുസ്തകത്തിൻ്റെ ആശയം വെച്ചപ്പോൾ അവർ പറഞ്ഞു എന്തായാലും എഴുതണം. ഞാൻ ഫുൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമുക്കത് എന്തായാലും അർജുൻ്റെ ഒരു കേരളത്തിൽ ഇത്രയൊക്കെ ഒരുപാട് ദുരന്തത്തിൽ ഒരുപാട് ആളുകൾ ഗൾഫിലും മറ്റുള്ള നാടുകളിലൊക്കെ മരിച്ചു പോയിട്ടുണ്ട്. അർജുൻ അതുപോലെയല്ല. വരും തലമുറക്ക് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, അർജുനെ തെരഞ്ഞു പിടിച്ചപ്പോൾ നമുക്ക് ആർക്കാണ് ഏറ്റവും നന്ദി പറയേണ്ടതെന്ന് ചോദിച്ചാൽ എൻ്റെ കേരളത്തിലെ മീഡിയകൾക്കാണ്. നിങ്ങളെപ്പോലെയുള്ള മീഡിയകൾ ഞാൻ എല്ലാവരും പറയും. അരുണേട്ടൻ്റെ അടക്കം ഞാൻ കേരളത്തിലെ വാർത്താ അവതരണത്തിന് വേണ്ടി മുറിയിലിരിക്കുന്ന മീഡിയാസിലെ ഏറ്റവും താരങ്ങൾ ആ ചെളിയിലും മഴയത്തും വെയിലത്തും ഒരു അർജുൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ നടത്തിയ സേവനം കണ്ടപ്പോൾ ഒരു കേരളത്തിൻ്റെ MLA നിലയ്ക്ക് ഞാൻ കോരിത്തെരിച്ച് സന്തോഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോഴും പറയുന്നത്, ഈ പുസ്തകരചനയുമായി ബന്ധപ്പെട്ടപ്പോൾ കേരളത്തിൻ്റെ മീഡിയകൾ ഒരു മനുഷ്യനെ തേടിപ്പിടിച്ച കഥ പുതിയ തലമുറക്ക് അറിയണ്ടേ? മീഡിയകൾ എല്ലാവർക്കും ഇഷ്ടം വിമർശിക്കാനാണ്, കുറ്റപ്പെടുത്താനാണ്. അപ്പം അങ്ങനെ കുറേ സത്യങ്ങൾ വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പുസ്തകവുമായി ഇറങ്ങിയത്. പേരെന്താണെന്നുള്ളത് നിശ്ചയിച്ചിട്ടുണ്ടോ? പേര് തീരുമാനിച്ചിട്ട് വിതിൻ 3 മന്തിൽ വളരെ ഈ പുസ്തകം നല്ല രീതിയിൽ കേരളത്തിന് സമർപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ ഒരുക്കത്തിലാണ്. 3 മാസത്തിനുള്ളിൽ പുസ്തകം പുറത്തിറങ്ങും എന്തായാലും. ഏതായാലും ഷിരൂർ ദൗത്യവുമായി ബന്ധപ്പെട്ട ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് AKM അഷ്റഫ് MLA. ഒപ്പം തന്നെ ഒരു പുസ്തകത്തിൻ്റെ രചനയിൽ കൂടിയാണ് അദ്ദേഹം. 3 മാസത്തിനുള്ളിൽ പുസ്തകം പുറത്തിറങ്ങുമെന്നും അദ്ദേഹം പറയുന്നു. വീഡിയോ ജേർണലിസ്റ്റ് വിനീഷ് ഒളവണ്ണയ്ക്കൊപ്പം റിപ്പോർട്ടർ അഭിജിത്ത് മുഴക്കുന്ന്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.